തിരുനാവായ ഭാരതീയ വിദ്യാഭവനിൽ കലോത്സവത്തിന് തുടക്കം. ത്രിദിന കലോത്സവമായ പിറൻസ തുടക്കമായി. ജൂലൈ 30 ബുധനാഴ്ച സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങ് തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ MP മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ സെക്രട്ടറി ശ്രീ രാമകൃഷ്ണൻ MK ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പാൾ ശ്രീമതി ബിന്ദു മേനോൻ നേതൃത്വം നൽകിയ പരിപാടിയിൽ പ്രിൻസിപ്പൽ ശ്രീമതി സജന KK സ്വാഗതം പറഞ്ഞു. ഡയറക്ടർ ശ്രീമതി നിർമ്മല ചന്ദ്രൻ, PTA പ്രസിഡന്റ് ശ്രീ ധനീഷ് AK എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തുടർന്ന് സ്കൂൾ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച വിദ്യാർത്ഥി നേതാക്കളുടെ സത്യപ്രതിജ്ഞ നടന്നു. സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി രമ AE നന്ദി രേഖപ്പെടുത്തി. ജൂലൈ 30, 31 ആഗസ്റ്റ് തീയതികളിലായി വിവിധ കലാമത്സരങ്ങൾ നടക്കും. Every auspicious beginning becomes meaningful when we seek blessings of the Almighty. I invite our prayer team. The privilege of welcoming you all to this auspicious occasion. Today we have with us our guest, Sri MP Muhammad Koya. He is the president of our Tirunavaya Panchayat. Amidst his busy schedule, he managed to reach and join us. That it's a great opportunity, it's a great platform for you to explore, to showcase your diverse talents, isn't it? Hope you all are participating well in this program. Are you all participating with the right spirit over here? Yes, okay. So hope all the teams, all the houses are ready for the same. All the houses are ready? Which all houses? Dhwani, Tarang, Spandan and Srishti. All the houses are ready? Yes. വിദ്യാഭ്യാസം തോന്നുന്ന സ്കൂൾ അല്ലെങ്കിൽ പുസ്തക താളുകളിലെ അറിവുകളെ പോലെ തന്നെ അതിനപ്പുറം കലാകായിക കഴിവുകളെയും പ്രോത്സാഹിപ്പിച്ചെടുക്കുക എന്നത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഒരുപക്ഷെ സ്വകാര്യ സ്ഥാപനങ്ങളെക്കാൾ കൂടുതൽ അത് എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളെക്കാൾ ഉപരി അത് എയ്ഡഡ് മേഖലയിലോ ഗവൺമെൻറ് മേഖലയിലോ നടന്നു വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ പരിമിതികൾ നിന്നുകൊണ്ട് സഹോദയ എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിലൂടെ സ്കൂൾ കുട്ടികളുടെ അല്ലെങ്കിൽ ഈ അൺഎയ്ഡഡായ അല്ലെങ്കിൽ CBSE സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കലാകായിക കഴിവുകളെ വാർത്തെടുക്കാൻ ഉയർത്തി കൊണ്ടുവരുന്നതിന് അഹോരാത്രം സഹോദയ പോലുള്ള സംഘടനകൾ പ്രയത്നിച്ചു വരുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള ഒരു സ്ഥാപനം അത് നിർവഹിക്കുന്ന ഒരു ദൗത്യമുണ്ട്. നമുക്കറിയാം, ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ നല്ല ശിക്ഷണത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ന് അൺഎയ്ഡഡ് സ്ഥാപനങ്ങളാണ് എപ്പോഴും മുൻപന്തി. അതിൽ കക്ഷി ഭേദമൊന്നുമില്ല, മറിച്ച് അതൊക്കെ ഒരേ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിലാണ് എന്നുള്ള യാഥാർത്ഥ്യം. അവിടെ നമ്മൾ കുട്ടികളെ വളർത്തിയെടുക്കുമ്പോൾ അവർ ഇന്ത്യ മഹാരാജ്യത്തെ ഭാവി വാഗ്ദാനങ്ങളാണ് എന്ന കാര്യത്തിലും സംശയമില്ല. ഇന്ന് കാണുന്ന രാജ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന അതല്ലെങ്കിൽ സംസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ഹയർ എഡ്യൂക്കേഷൻ രംഗത്തുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ചെയർമാനാണ്. കഴിഞ്ഞ 10-21 വർഷമായിട്ട് ഞങ്ങൾ സ്വന്തമായി പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ വേറെ ഒരു സ്കൂളുകളൊക്കെ ഉള്ള ഒരു സ്ഥാപനമുണ്ട്. അതാണോ? കിദ്മത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ഞാനതിൻ്റെ ചെയർമാനാണ്. 1000-ൽ പരം കുട്ടികൾ ഗ്രാജുവേഷന് വേണ്ടി ആശ്രയിക്കുന്ന ഒരു സെൽഫ് ഫൈനാൻസ് സ്ഥാപനമാണ്. 1060ഓളം കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്. അപ്പോൾ ഈ ഹയർ സെക്കൻഡറി തലം വരെ കുട്ടികളെ ഒരുക്കിയെടുക്കുന്നിടത്ത് ആ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന സേവനം, കാരണം സർക്കാരിൻ്റെ എക്സ്ചക്കർ നമുക്കൊക്കെ അറിയാം, ബിൽഡിംഗ് ഉണ്ടാക്കണം, ശമ്പളം കൊടുക്കണം, ഇതൊക്കെ വലിയ ബാധ്യതയാണ്, ലാബിലിറ്റിയായി സർക്കാർ കാണുമ്പോൾ അതിനൊക്കെ അപ്പുറം ആ സേവനത്തെ സ്വന്തമായ ആശ്രയത്തോടു കൂടി
ആ ഒരു സേവനം നൽകി ഈ കുട്ടികളെ വളർത്തിയെടുക്കുക. ഈ കുട്ടികളെ മറ്റെങ്ങോട്ട് കൊണ്ടുപോകുന്നല്ല. So you all can enjoy the inaugural session. Then regarding leaders, we have selected student leaders in a democratic way. Students from classes 6 to 12 voted in a democratic way, and we have selected some leaders. So they will be accountable, disciplined, everything, and that will change their character. Because and like that they will become very good citizens of our nation. So I wish you all the very best for the function and also for the entire youth festival. And it is youth festival is a competition. Take it in that spirit and try your level best. Rest is with God. All the best. ഒരു ഫെലിസിറ്റേഷന് സംസാരിക്കാൻ അവസരം തന്ന എല്ലാവരോടും തന്നെ നന്ദി പറയുന്നു. ഞാനിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മ വന്നത് എനിക്കും ഇതുപോലെ ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ എനിക്കും ഉണ്ടായിരുന്നു ഇതുപോലെ ഒരു എന്താ പറയുക സ്കൂൾ കാലഘട്ടം. അന്ന് അവിടെയും യൂത്ത് ഫെസ്റ്റിവലുകൾക്ക് എല്ലാ പരിപാടികൾക്കും മാക്സിമം നമുക്ക് അറിയാവുന്ന പരിപാടികൾക്ക് അറിഞ്ഞോ അറിയാതെയോ നോക്കാറില്ല, എല്ലാത്തിനും പേര് കൊടുക്കും. അതിന് സ്പോർട്സ് ആണെങ്കിലും വേണ്ടില്ല, എന്താണെങ്കിലും പേര് കൊടുക്കും. Thanks to our director Nirmala ma'am for her constant support and encouragement. I also thank our principal Sajna ma'am for her guidance and leadership in making this event a success. Media News, Tirur.